അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട്. ഉരുളെടുത്ത് പോയവർക്കായുള്ള തിരച്ചിലിനിടെ 6 ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് കണ്ടെത്തി. ചാലിയാർ, വെള്ളാർമല ഭാഗങ്ങളിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖല സന്ദർശിച്ച് പഠനം ആരംഭിച്ചു. തിരച്ചിലിന് വെല്ലുവിളിയായി ചൂരൽമല, മുണ്ടക്കൈ മേഖലകളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇനിയും കാണാൻ മറയത്തുള്ളത് നിരവധി പേരെയാണ്. അവസാനത്താളെയും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സർക്കാർ നിലപാട്. ഇന്ന് ഫയർഫോഴ്സിന്റെയും NDRFന്റെയും വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. ദുരന്തം നടന്ന് 15 ദിവസം എത്തി നിൽക്കുമ്പോൾ ഇതുവരെ യന്ത്രസഹായത്തോടെ തിരച്ചിൽ നടത്താത്ത കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന്റെ ഉൾവശത്താണ് തിരച്ചിൽ നടത്തുന്നത്. കാണാതായ രേഖകളും ആളുകളെയും കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. ചാലിയാറിൽ നിന്നും വെള്ളാർമലയുടെ മുകൾ ഭാഗത്തു നിന്നുമായി 6 ശരീരഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. ഇവിടെ ഞങ്ങൾ സെർച്ചിങ്ങിൻ്റെയാണ് നോക്കുന്നത്. അതിൽ കുറേ ഡോക്യുമെൻ്റ് കാര്യങ്ങളുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഈ മലവെള്ളപ്പാച്ചലിൽ, ഈ ചുരുൾപ്പൊട്ടിയ പാച്ചലിൽ അതിൽ ബോഡി കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. കനത്ത മഴയെ തുടർന്ന് ഉച്ചയ്ക്ക് 1:30 തിരച്ചിൽ അവസാനിപ്പിച്ചു. മഴയിൽ താൽക്കാലിക നടപ്പാലം തകർന്നു. മഴയെ തുടർന്ന് ബെയിലി പാലം പൂർണ്ണമായും അടച്ചു. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട പശുവിനെ അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. ഇതുവരെ പരിശോധന നടത്താത്ത കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധന നടത്തുക. പരമാവധി ഇത്തരമിടങ്ങളിൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചായിരിക്കും പരിശോധന. ക്യാമ്പുകളിൽ കഴിയുന്ന കുറെ അധികം പേർ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറി തുടങ്ങി. ദുരന്ത കാരണം പഠിക്കാൻ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖല സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങി. ദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന സംഘം 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ പ്രഭാവം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി, ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാരിന്റെ അടിയന്തര സഹായം നൽകി തുടങ്ങി. ബാങ്ക് അക്കൗണ്ട് വഴി 62 പേർക്ക് 10,000 രൂപ വീതം നൽകിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇന്നലെ 62 പേർക്ക് കൊടുത്തു. 10,000 രൂപയാണോ കൊടുത്തത്? 10,000 രൂപ വീതമുള്ളത് കൊടുത്തു. നേരിട്ട് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ എന്ത് കൃത്യതയാണ് ഇതിനുണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തി. ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചും ജീവിച്ചിരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് 2 മണിക്കൂർ ഉപവാസം നടത്തിയത്. എന്നത്തെയും പോലെ ഇന്നും തിരച്ചിലിന് പ്രധാനമായിട്ട് വില്ലനായത് മഴ തന്നെയാണ്. ഇന്നത്തെ തിരച്ചിൽ അതിനാൽ താൽക്കാലികമായിട്ട് ഉച്ചയോടെ അവസാനിപ്പിച്ചു. നാളെ രാവിലെ 8 മണിയോടെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും. മനു ദാമോദരനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.